നമുക്ക് ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് ഒരു ഗീ റൈസും ഒരു ബീഫ് റോസ്റ്റും തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തു. കൂടെ തന്നെ കുറച്ച് സവാളയും നമുക്ക് വറുത്തെടുത്ത് വയ്ക്കാം. സവാളയും വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് നെയ്യൊഴിച്ചിട്ട് സവാള ഇട്ട് കൊടുത്ത് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2.5 കപ്പ് ജീരകശാല റൈസ് കഴുകി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ തിളപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തീരെ കുറച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൂടെ തന്നെ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇച്ചിരി ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം, കൊച്ചുള്ളി, ചെറിയ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇടയ്ക്ക് ചോറും ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ചോറിൻ്റെ വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് അപ്പുറത്തെ അടുപ്പിൽ റോസ്റ്റായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം റെഡിയായി. ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം.